ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫുൾ സ്റ്റാക്ക് സൊല്യൂഷൻസ്. ലാസ്റ്റ് എപ്പിസോഡിൽ കാറ്റഗറി മാനേജ്മെൻറ്റിൽ എങ്ങനെ ഒരു പുതിയ കാറ്റഗറി ആഡ് ചെയ്യാമെന്ന് നോക്കി. ഇനി നമുക്ക് കാറ്റഗറി മാനേജ്മെൻറ്റിൽ തന്നെ കാറ്റഗറിക്ക് ഓഫർ എങ്ങനെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ആഡ് ചെയ്ത ഓഫർ എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഇന്ന് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാം. സോ നമ്മുടെ കാറ്റഗറി പേജിൽ വന്നതിന് ശേഷം നമ്മളതിൽ നെയിമുണ്ട്, ഡിസ്ക്രിപ്ഷനും ഉണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഓഫർ പ്രൈസ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. ദെൻ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഓഫർ ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനുള്ള ബട്ടണുണ്ട്. അത് ഒരു ബട്ടണായിട്ടായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്, മറ്റേത് ഹൈഡ് ചെയ്യണം. ഓൾറെഡി ഓഫർ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആഡ് ചെയ്യുന്ന രീതിയിൽ. സോ മൂന്നാമത്തെ കോളത്തിലായിട്ട് നമുക്ക് ഓഫർ എത്രയാണെന്നുള്ളത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഒരു കണ്ടീഷൻ എഴുതാം. നെയിമിനും ഡിസ്ക്രിപ്ഷനും ശേഷമുള്ള TD ഇതിലാണ്, ടാഗിലാണ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. സോ ഇഫ് കേസിൽ കാറ്റഗറി ഡോട്ട് കാറ്റഗറി ഓഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെംപ്ലേറ്റ്, നമുക്ക് EGS ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് അത് ആഡ് ചെയ്യാം. ഒരു കണ്ടീഷൻ എഴുതാം, നമുക്കത് ക്ലോസ് ചെയ്യാം. ദെൻ അതിൽ കാറ്റഗറിക്ക് കാറ്റഗറി ഓഫർ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഓഫർ എത്രയാണോ ആ എമൗണ്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. സോ ഈസിക്കൽ ടു കാറ്റഗറി ഡോട്ട് കാറ്റഗറി ഓഫർ. എൽസ് കേസിലാണെങ്കിൽ അവിടെ ഓഫറൊന്നുമില്ല. സോ നമുക്ക് 0% ആയിട്ട് കാണിക്കാം. നമുക്ക് എൽസ് കേസ് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ബട്ടൺ, അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ഓഫർ ആഡ് ചെയ്യാനുള്ള ബട്ടണിന് വേണ്ടിയിട്ടുള്ള ഇഫ് കണ്ടീഷനാണത്. ഇഫ് കാറ്റഗറി ഡോട്ട് കാറ്റഗറി ഓഫർ ഈക്വൽ ടു 0 ആണെങ്കിൽ അതിനർത്ഥം ഓഫർ ഇല്ല. സോ നമുക്ക് അവിടെ ബട്ടണിൽ ആഡ് ഓഫർ എന്നുള്ള ആ ബട്ടൺ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. സോ അതിനുള്ള ഫങ്ഷനാലിറ്റി നമുക്ക് ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞ അട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാം. സോ നമുക്ക് ആഡ് ഓഫർ എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ഫങ്ഷൻ ഒന്ന് കോൾ ചെയ്യണം. കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ പാസ് ചെയ്യേണ്ടത്, നമ്മുടെ ആ സ്പെസിഫിക് ആയിട്ടുള്ള കാറ്റഗറി ID നമുക്ക് ഇവിടുന്ന് ആഡ് ഓഫർ എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യണം. കാറ്റഗറി ഡോട്ട് ID. സോ താഴെ ഇഫ് കേസ് ക്ലോസ് ചെയ്തു, ദെൻ എൽസ് കേസ് നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. ബട്ടൺ കഴിഞ്ഞ് എൽസ് കേസ് നമ്മൾ ക്ലോസ് ചെയ്തു. ദെൻ ഇവിടെ ഓഫർ റിമൂവ് ചെയ്യാനുള്ളത്, റിമൂവ് ഓഫർ, ദെൻ കാറ്റഗറി ID നമ്മൾ പാസ് ചെയ്യുന്നു. സോ ആഡ് ഓഫർ, റിമൂവ് ഓഫർ. താഴെ നമുക്ക് ഈ രണ്ട് ഫംഗ്ഷനും ഡിഫൈൻ ചെയ്യാം. നമുക്ക് ആഡ് ഓഫർ ഡിഫൈൻ ചെയ്യാം. അസിങ്ക് ഫംഗ്ഷൻ ആഡ് ഓഫർ, നമുക്ക് കാറ്റഗറി ID റിസീവ് ചെയ്യണം.
യൂസർ എൻ്റർ ചെയ്ത അത് എത്രയാണോ ഓഫർ ആ ഓഫർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, ആ വാല്യൂ ഡീസ്ട്രക്ചർ ചെയ്തെടുക്കുന്നു. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്വീറ്റ് അലേർട്ടാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്വീറ്റ് അലേർട്ട് ഒരു പോപ്പ് അലേർട്ട് പോലെ യൂസറിന് ഇൻപുട്ട് എൻ്റർ ചെയ്യാനുള്ള ഒരു ഇത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. സോ ടൈറ്റിൽ ഓഫർ ഇൻ പെർസെൻറ്റേജ്, ഇൻപുട്ട് നമ്പർ, ദെൻ ഇൻപുട്ട് ലേബൽ. സോ പെർസെൻറ്റേജ് ആയതുകൊണ്ട് പെർസെൻറ്റേജ് കൊടുക്കാം. നമുക്ക് പ്ലേസ് ഹോൾഡറിൽ നമുക്ക് പെർസെൻറ്റേജിൻ്റെ ഒരു സിമ്പിളും കൂടി കൊടുക്കാം. ഇൻപുട്ട് പ്ലേസ് ഹോൾഡർ. സ്വീറ്റ് അലേർട്ടിൻ്റെ സിൻടാക്സുകളാണ്. ഇനി ഈഫ് കേസിൽ യൂസർ എൻ്റർ ചെയ്ത എമൗണ്ട് ഉണ്ടെങ്കിൽ നമ്മളത് ബാക്ക് എൻഡിലോട്ട് പാസ് ചെയ്യണം. നമ്മളിവിടെ ഫെച്ച് യൂസ് ചെയ്തിട്ടായിരിക്കും ഡാറ്റ നമ്മൾ ബാക്ക് എൻഡിലോട്ട് പാസ് ചെയ്യുന്നത്. സോ ഫെച്ചിനകത്ത് നമ്മൾ ആദ്യത്തെ ആർഗ്യുമെൻ്റായിട്ട് റൂട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. അഡ്മിനിൽ ആഡ് കാറ്റഗറി ഓഫർ എന്ന് പറഞ്ഞിട്ടുള്ള റൂട്ടിലോട്ടാണ് നമ്മൾ ഡാറ്റ പാസ് ചെയ്യുന്നത്. അത് നമുക്ക് ഡിഫൈൻ ചെയ്യാനുണ്ട്. പിന്നെ അതിൽ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്നുള്ള ഡിഫൈൻ ചെയ്യണം. ഫസ്റ്റ് മെത്തേഡാണ് നമ്മൾ പോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ബാക്ക് എൻഡിലോട്ട് പാസ് ചെയ്യുന്നത്. ഹെഡേഴ്സിലെ കണ്ടന്റ് ടൈപ്പ് ആപ്ലിക്കേഷൻ ഓർ JSON എന്നുള്ളതാണ്. നമ്മൾ ബോഡിയിലുള്ള നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റിനെ നമ്മൾ JSON ഫോർമാറ്റിലാണ് പാസ് ചെയ്യുന്നത്. JSON സ്ട്രിംഗ് ഫോർമാറ്റിന് JSON യൂസ് ചെയ്യുന്നത് ഡാറ്റ പാസ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനൊക്കെ ഭയങ്കര എഫിഷ്യൻ്റാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ JSON സ്ട്രിങ്ങിലേക്ക് പാഴ്സ് ചെയ്തിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണത്. സോ അതിൽ പെർസെൻറ്റേജ് ഉണ്ട്, കാറ്റഗറി ID ഉണ്ട്. യൂസർ എൻ്റർ ചെയ്ത ഓഫർ പെർസെൻറ്റേജും പിന്നെ യൂസറിൻ്റെ ആ കാറ്റഗറിയുടെ ID. നമ്മൾ ബാക്ക് എൻഡിൽ നിന്ന് റിട്ടേൺ വരുന്ന ഡാറ്റ നമ്മളിവിടെ ആക്സസ് ചെയ്യുന്നു. JSON ഫോർമാറ്റിൽ വരുന്ന ഡാറ്റേനെ നമ്മൾ പാഴ്സ് ചെയ്തിട്ട് നമ്മൾ ഡാറ്റ എന്ന വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യുന്നു. അതിന് ശേഷമായിരിക്കും നമ്മൾ സ്വീറ്റ് അലേർട്ട് യൂസ് ചെയ്തിട്ട് നമ്മളത് ചെക്ക് ചെയ്യുന്നു. if response ഡോട്ട് OK കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ആൻഡ്
നമ്മൾ ബാക്ക് എൻഡിൽ നിന്ന് വരുന്ന സക്സസ് സ്റ്റാറ്റസ് ഡേറ്റ ഡോട്ട് സ്റ്റാറ്റസ് ട്രൂ ആണെങ്കിൽ, അതായത് സ്റ്റാറ്റസ് നിങ്ങൾക്കറിയാം 200 to 299 ആണ് സക്സസിൻ്റെ സ്റ്റാറ്റസ് കോഡ് വരുന്നത്. സോ ആ കണ്ടീഷനാണ് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്തിട്ട് സ്വീറ്റ് അലേർട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ പോപ്പപ്പ് കാണിച്ചു കൊടുക്കണം. സ്വാൾ ഡോട്ട് ഫയർ. സോ അതിൻ്റെ ടൈറ്റിൽ നമുക്ക് പോപ്പപ്പിൻ്റെ ടൈറ്റിൽ ഓഫർ ആഡഡ്, കണ്ടൻറ്റ് നമുക്ക് ദ ഓഫർ ഹാസ് ബീൻ ആഡഡ് എന്ന് പറഞ്ഞു കൊടുക്കാം. നമുക്ക് ടൈപ്പ് സക്സസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ടൈപ്പ് ഉണ്ട്. സക്സസ് ഉണ്ട്, എറർ, പിന്നെ ഏതാണ് അലേർട്ട്, എൻ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടൈപ്പുകളുണ്ട്. അതിൽ സക്സസ് കൊടുത്തു. ദെൻ പ്രോമിസ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനുശേഷം നമ്മുടെ പേജ് റീലോഡ് ചെയ്യണം. സോ ലൊക്കേഷൻ ഡോട്ട് റീലോഡ്. എൽസ് കേസിൽ, അതായത് ഫെയിലർ ആണെങ്കിൽ നമ്മൾ സ്വീറ്റ് അലേർട്ട് യൂസ് ചെയ്തിട്ട് ഫെയിൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് നമുക്ക് പോപ്പപ്പ് ചെയ്യാം. ഫെയിൽഡ്, അതിൻ്റെ കൂട്ടത്തിൽ അത് ഫെയിൽ ചെയ്തതിനുള്ള റീസണും കൂടി ഡേറ്റ ഡോട്ട് മെസ്സേജ്. അതല്ലെങ്കിൽ ആഡിങ് ഓഫർ ഫെയിൽഡ്. മെസ്സേജ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് രണ്ട് കണ്ടീഷൻ കൊടുക്കാം. ആഡിങ് ഓഫർ ഫെയിൽഡ് എന്ന് പറഞ്ഞു കൊടുക്കാം. ദെൻ നമുക്കതിൻ്റെ സ്റ്റാറ്റസ് ആയിട്ട് എറർ എന്ന് നേരത്തെ നമ്മൾ ഇത് സക്സസ് കൊടുത്തോളം തന്നെ ഇവിടെ എറർ എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇതെല്ലാം സ്വീറ്റ് അലേർട്ടിൻ്റെ സിൻടാക്സ് ആണ്. സ്വീറ്റ് അലേർട്ടിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പല രീതിയിൽ നമുക്ക് പോപ്പപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ പറ്റും. നമുക്കിനി ക്യാച്ചിനകത്ത് സ്വീറ്റ് അലേർട്ട് യൂസ് ചെയ്തിട്ട് പോപ്പപ്പ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. സോ എററിൻ്റെ ഹെഡ് നമുക്ക് എറർ എന്ന് കൊടുക്കാം. then കണ്ടൻറ്റ് ആൻ എറർ occurred while adding the offer എന്ന് പറഞ്ഞു കൊടുക്കാം. നമുക്ക് ടൈപ്പ് എറർ പറഞ്ഞു കൊടുക്കാം. നമുക്ക് എന്തെങ്കിലും എറർ വരാണെങ്കിൽ നമ്മുടെ ബ്രൗസറിലെ കൺസോളിൽ എറർ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ബാക്ക് എൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നിങ്ങളൊരു കൺസോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് ഒരു എറർ വരുന്ന സമയത്ത് നമുക്ക് എക്സാക്റ്റ് എന്ത് റീസൺ കൊണ്ടാണ് എറർ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എറർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ആഡ് ഓഫർ എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ളത് റിമൂവ് ഓഫറാണ്. അസിങ്ക് ഫംഗ്ഷൻ റിമൂവ് ഓഫർ നമ്മൾ ആഡ് കാറ്റഗറിയിൽ റിസീവ് ചെയ്ത പോലെ തന്നെ കാറ്റഗറി ഐ ഡി റിസീവ് ചെയ്യുന്നു. നമുക്ക് ട്രൈ ക്യാച്ചിനകത്ത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. നമ്മളിവിടെ ഫെച്ച് യൂസ് ചെയ്തിട്ട് ആദ്യം നമ്മൾ ആദ്യത്തെ ആർഗ്യുമെൻ്റായിട്ട് റൂട്ട് നമുക്ക് സ്പെസിഫൈ ചെയ്യാം. റിമൂവ് കാറ്റഗറി ഓഫർ.
മെത്തേഡ് പോസ്റ്റ്, ഹെഡേഴ്സ് കണ്ടന്റ് ടൈപ്പ് ആപ്ലിക്കേഷൻ JSON. JSON.stringify. നമുക്ക് കാറ്റഗറി ID പാസ് ചെയ്യാം. ദെൻ ബാക്ക് എൻഡിൽ പോയി തിരിച്ച് റിട്ടേൺ വരുന്ന ഡേറ്റ നമുക്ക് JSON ഡേറ്റ നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാം. response.json. ഇഫ് കേസിൽ ഇനി നമുക്ക് റെസ്പോൺസ് ചെക്ക് ചെയ്യാം. response.ok. സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം, ട്രൂ. നമ്മൾ സ്വീറ്റ് അലേർട്ട് യൂസ് ചെയ്തിട്ട് യൂസറിന് പോപ്പപ്പ് ഡിസ്പ്ലേ ചെയ്യുന്നു. ടൈറ്റിൽ ഓഫർ റിമൂവ്ഡ് എന്ന് പറഞ്ഞു കൊടുക്കാം. കണ്ടന്റ് ദ ഓഫർ ഹാസ് ബീൻ റിമൂവ്ഡ്. എൻ്റെ ടൈപ്പ് സക്സസ് ആണ് വരുന്നത്. .then അതിനുശേഷം കറണ്ട് പേജ് റീലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൊക്കേഷൻ ഡോട്ട് റീലോഡ് എന്ന് പറഞ്ഞു കൊടുക്കാം. എൽസ് കേസിൽ എറർ ഡിസ്പ്ലേ കാണിക്കാം. ക്യാച്ചിനകത്ത് സ്വീറ്റ് അലേർട്ട് യൂസ് ചെയ്തിട്ട് പോപ്പപ്പ് അലേർട്ട്, ടൈറ്റിൽ എറർ, കണ്ടന്റ് an error occurred while removing the
offer. Error. നമുക്ക് ഡീബഗ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് console.error removing offer എന്ന് പറഞ്ഞു കൊടുക്കാം. സോ നമ്മുടെ റിമൂവ് ഓഫർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് റൂട്ടും ഡിഫൈൻ ചെയ്യാം. റൂട്ടർ ഡോട്ട് പോസ്റ്റ് റൂട്ട് വരുന്നത് ആഡ് കാറ്റഗറി ഓഫർ. admin auth then category controller ഫംഗ്ഷൻ നമുക്ക് ആഡ് കാറ്റഗറി ഓഫർ എന്ന് കൊടുക്കാം. നമുക്ക് ഡിഫൈൻ ചെയ്യാം. കാറ്റഗറി കൺട്രോളർ വന്നതിന് ശേഷം const add category offer. നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്ത് വെച്ചേക്കാം ആഡ് കാറ്റഗറി ഓഫർ. നമുക്ക് യൂസർ എൻ്റർ ചെയ്ത പെർസെൻറ്റേജ് നമുക്ക് പാഴ്സ് ചെയ്തിട്ട് നമുക്കിവിടെ യൂസ് ചെയ്യാം. കാറ്റഗറി ഐ ഡി ആക്സസ് ചെയ്യാം. റിക്വസ്റ്റ് ബോഡി കാറ്റഗറി ഐ ഡി. ഡാറ്റാബേസിൽ നിന്ന് ഈ കാറ്റഗറി ഫൈൻഡ് ചെയ്യാം. കാറ്റഗറി ഐ ഡി യൂസ് ചെയ്തിട്ട് കാറ്റഗറി ഫൈൻഡ് ചെയ്യാം. കാറ്റഗറി ഫൈൻഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട് എൻഡിലോട്ട് ഒരു എറർ പാസ് ചെയ്യാം.
നമുക്കിനി പ്രോഡക്റ്റ് ഡാറ്റാബേസിൽ നിന്ന് ഫൈൻഡ് ചെയ്യണം. മീൻസ് നമുക്ക് കാറ്റഗറിക്ക് ഓഫർ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടിനും ഓഫർ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പ്രോഡക്റ്റ് സ്കീം ഇമ്പോർട്ട് ചെയ്യാം. നമുക്ക് കാറ്റഗറി യൂസ് ചെയ്തിട്ട് ഈ കാറ്റഗറിയിലുള്ള എല്ലാ പ്രോഡക്റ്റും നമുക്ക് ഡാറ്റാബേസിൽ നിന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യാം. സോ നമുക്ക് പ്രോഡക്റ്റിന് ഓഫർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് ഇല്ലെങ്കിൽ പ്രോഡക്റ്റിന് ഓഫർ ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോഡക്റ്റിന് ഓൾറെഡി ഓഫർ ഉണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് ഒരു എറർ ഫ്രണ്ട് എൻഡിലോട്ട് പാസ് ചെയ്യണം. സോ പ്രോഡക്ട്സ് ഡോട്ട് നമുക്ക് സ്ട്രിങ്ങിലുള്ള ഒരു മെത്തേഡാണ് സം മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഈ കാറ്റഗറിയിലുള്ള ഏതെങ്കിലും പ്രോഡക്ട്സിന് ഓഫർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. product offer greater than user enter ചെയ്ത പെർസെൻറ്റേജ്. നമുക്കൊരു ഈഫ് കണ്ടീഷനിൽ ഓൾറെഡി പ്രോഡക്റ്റിന് ഓഫർ ഉണ്ടെങ്കിൽ ഒരു എറർ നമുക്ക് പാസ് ചെയ്യാം ഫ്രണ്ട് എൻഡിലോട്ട്. യൂസറിന് ഒരു ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. സോ പ്രോഡക്റ്റ് വിത്തിൻ ദിസ് കാറ്റഗറി ഓൾറെഡി ഹാവ് പ്രോഡക്റ്റ് ഓഫർ എന്നുള്ള രീതിയിൽ. സോ റിട്ടേൺ റെസ്പോൺസ് ഡോട്ട് ജെസോൺ സ്റ്റാറ്റസ് ഫോൾസ് ആയിട്ട് കൊടുക്കാം. മെസ്സേജ് പ്രോഡക്ട്സ് within this category already have product offers. പ്രോഡക്റ്റിന് ഓഫറും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കാറ്റഗറി അപ്ഡേറ്റ് ചെയ്യാം. കാറ്റഗറി ഡോട്ട് അപ്ഡേറ്റ് വൺ കാറ്റഗറി ഐ ഡി യൂസ് ചെയ്തിട്ട് ക്വറി ചെയ്തിട്ട് കാറ്റഗറി ഓഫർ അപ്ഡേറ്റ് ചെയ്യാം. നമുക്കിനി കാറ്റഗറിയിൽ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം പ്രോഡക്റ്റിലെ എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ അത് നമുക്ക് 0 ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. കാരണം കാറ്റഗറിയിൽ ഓഫർ ഉണ്ടെങ്കിൽ പ്രോഡക്റ്റിൽ ഓഫറിൻ്റെ ആവശ്യമില്ല.
സോ അതിന് വേണ്ടിയിട്ടാണ് പ്രോഡക്റ്റ് ഓഫ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ കാറ്റഗറിയിലുള്ള എല്ലാ പ്രോഡക്ട്സിലേക്കും ഒരു ലൂപ്പ് ഇട്ടിട്ട് നമ്മുടെ പ്രോഡക്റ്റ് ഓഫർ ആ പ്രോഡക്ട്സിനെല്ലാം നമ്മൾ 0 ആയിട്ട് സെറ്റ് ചെയ്യണം. ദെൻ പ്രോഡക്റ്റിൻ്റെ സെയിൽ പ്രൈസ് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഓഫറിന് മുന്നേ ഉള്ള റെഗുലർ പ്രൈസ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. കാരണം റെഗുലർ പ്രൈസിൻ്റെ കൂടെ ഓഫർ കുറച്ചതിന് ശേഷമായിരിക്കും സെയിൽ പ്രൈസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. സോ അത് നമ്മൾ ബാക്ക് ടു നോർമലാക്കി വെച്ചേക്കണം. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് എൻഡിലേക്ക് നമുക്ക് സ്റ്റാറ്റസ് പാസ് ചെയ്യാം. സ്റ്റാറ്റസ് ട്രൂ എന്ന് പറഞ്ഞിട്ട് പാസ് ചെയ്യാം. നമുക്ക് ക്യാച്ച് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ് അത് ദെൻ ഒരു JSON മെസ്സേജും കൂടി പാസ് ചെയ്യാം. നമുക്കിനി റിമൂവ് കാറ്റഗറി ഓഫറിന് വേണ്ടിയിട്ടുള്ള റൂട്ട് ഡിഫൈൻ ചെയ്യാം. റൂട്ട് ഡോട്ട് പോസ്റ്റ് നമ്മൾ റൂട്ട് കൊടുത്തത് എന്തായിരുന്നു? റിമൂവ് കാറ്റഗറി ഓഫർ. ദെൻ അഡ്മിൻ ഓത്ത് മിഡിൽവെയർ കാറ്റഗറി കൺട്രോളർ ഡോട്ട് റിമൂവ് കാറ്റഗറി ഓഫർ. നമുക്കിനി റിമൂവ് കാറ്റഗറി ഓഫർ ഡിഫൈൻ ചെയ്യാം. കോൺസ്റ്റ് റിമൂവ് കാറ്റഗറി ഓഫർ നമ്മൾ ബോർഡിന് കാറ്റഗറി വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു. ദെൻ നമുക്ക് ഡാറ്റാബേസിൽ നിന്ന് കാറ്റഗറി ഫൈൻഡ് ചെയ്യാം. കാറ്റഗറി ഫൈൻഡ് ചെയ്തില്ലെങ്കിൽ ഫ്രണ്ട് എൻഡിലോട്ട് ഒരു മെസ്സേജ് നമുക്ക് പാസ് ചെയ്യാം.
നമുക്ക് യൂസർ എൻ്റർ ചെയ്ത പെർസെൻറ്റേജ് കാറ്റഗറി ഓഫറിൽ നിന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യണം. ദെൻ നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രോഡക്റ്റ് നമുക്ക് ഫൈൻഡ് ചെയ്യണം. പ്രോഡക്റ്റിന് ഈ കാറ്റഗറിയുടെ ഓഫർ റിമൂവ് ചെയ്തതിന് ശേഷം പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇൻക്രിമെൻ്റ് ചെയ്യണം. കാരണം നമ്മൾ ഓഫർ എടുത്ത് കളയാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ കണ്ടീഷനിൽ നമുക്കൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോഡക്റ്റിനെല്ലാം ഇറ്ററേറ്റ് ചെയ്യാം. ആ കാറ്റഗറിയിലുള്ള എല്ലാ പ്രോഡക്റ്റിനെയും ഇറ്ററേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രോഡക്റ്റിൻ്റെ സെയിൽസ് പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. സോ കോൺസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് പ്രോഡക്ട്സ്. സോ പ്രോഡക്റ്റ് ഡോട്ട് സെയിൽസ് പ്രൈസ് ഇൻക്രിമെൻ്റ് ചെയ്യണം. സോ അതിനുള്ള കാൽക്കുലേഷനാണ് മാത്ത് ഡോട്ട് ഫ്ലോറിനകത്ത് പ്രോഡക്റ്റിൻ്റെ റെഗുലർ പ്രൈസ് ഇൻറ്റു പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100 ചെയ്യുന്ന സമയത്ത് സപ്പോസ് ഒരു 20% ആണ് ഓഫറെങ്കിൽ സോ 20 ഡിവൈഡഡ് ബൈ 100 0.20 നമ്മൾ റെഗുലർ പ്രൈസിൽ ഇൻറ്റു ചെയ്ത് ദെൻ അപ്പോൾ നമുക്ക് ആ ഓഫർ പ്രൈസ് കിട്ടും. അത് നോർമലുള്ള സെയിൽസ് പ്രൈസിൽ നിന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും. പ്രോഡക്റ്റ് ഓഫർ നമ്മൾ 0 ആയിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഡാറ്റാബേസിലോട്ട് നമ്മൾ സേവ് ചെയ്തു. നമ്മുടെ കാറ്റഗറി ഓഫറും 0 ആയിട്ട് സെറ്റ് ചെയ്തു. ദെൻ ഡാറ്റാബേസിലേക്ക് സേവ് ചെയ്യാം. ഫ്രണ്ട് എൻഡിലോട്ട് ഒരു JSON പാസ് ചെയ്യാം. സ്റ്റാറ്റസ് ട്രൂ ആയിട്ട് സെറ്റ് ചെയ്ത് റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ് ഡോട്ട് JSON. റിമൂവ് കാറ്റഗറി ഓഫർ എക്സ്പോർട്ട് ചെയ്യാം. സോ അങ്ങനെ നമ്മൾ ആഡ് കാറ്റഗറി ഓഫറും റിമൂവ് കാറ്റഗറി ഓഫറും ഇംപ്ലിമെൻ്റ് ചെയ്തു. കാറ്റഗറി ആഡ് ഓഫർ 10 ഓഫർ ആഡ് ഓക്കെ ആയിട്ടുണ്ട് 10%. ദെൻ റിമൂവ്. ഓക്കെ, സോ ഇന്നത്തെ എപ്പിസോഡിൽ കാറ്റഗറി ഓഫർ ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.